സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ വാൽപ്പാറയിലുണ്ടായ വാഹനാപകടം. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചിട്ടാണ്. കുറേ പേർക്ക് അറിയായിരിക്കും ഡ്രൈവർമാർക്ക്, പക്ഷേ അതിൽ ഒട്ടുമിക്ക കൂടുതൽ ആൾക്കാർക്കും അറിയാത്തത് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൂടുതലും ചെറുപ്പക്കാരാണ് വാഹനങ്ങളിലും കൂടുതൽ ഡ്രൈവറായിട്ടുള്ളത്. അവർക്ക് വാഹനം ഓടിക്കാൻ അറിയാം കൃത്യമായിട്ട്, പക്ഷെ വണ്ടീനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നതിനെ കൊണ്ട് കുറച്ച് ആൾക്കാർക്കെങ്കിലും കാര്യം മനസ്സിലാകുമ്പോൾ അത്രയും ഉപകാരമാവുമല്ലോ. നമ്മൾ വലിയ സംഭവമായിട്ടല്ല പറയുന്നത്, എന്നാലും നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്നുമില്ലെങ്കിൽ 10-20 കൊല്ലത്തിന് മുകളിലായിട്ട് വണ്ടി ഫീൽഡിലുണ്ട്. അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഹെയർ പിൻ വളവുകൾ, കുത്തൊക്കെ ഇറങ്ങി വരുന്ന റോഡുകൾ. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ നല്ല ടീച്ചറായിരുന്നു. സ്കൂളിൽ ചെന്ന അമ്മയും അച്ഛനൊക്കെ ടീച്ചറും മാഷൊക്കെ ഞങ്ങൾക്ക്. എല്ലാവരും പോയി, ഞങ്ങൾ 3 പേരോളൂ. ഒരുപോലെ കണ്ടിരുന്നത് എല്ലാവരും നല്ല ബന്ധമായിരുന്നു. ഇപ്പോൾ സ്കൂൾ വാർഷികം കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി യാത്ര പോകണമെന്ന്. ആശ ടീച്ചർ യാത്ര ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. എല്ലാവർക്കും സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, വേഗം ഈ എയർപിന് വളവെല്ലാം ഇറങ്ങി തീർക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് സ്പീഡായിട്ട് വേഗം ഗിയറിട്ടങ്ങ് ഇറങ്ങി വരും. അതാണ് അവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. ഞാനത് വഴിയെ പറഞ്ഞുതരാം. അതിൽ നമ്മളെല്ലാം ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമ്മളെല്ലാം വണ്ടി പഠിക്കുന്നത് നല്ല പ്രായമുള്ള ഡ്രൈവർമാരുടെ കൂട്ടത്തിൽ പോയിട്ട് സ്കൂൾ പഠിക്കുന്ന സമയത്തും വെക്കേഷനെല്ലാം ക്ലിയറായിട്ട് പോയിട്ട് വണ്ടിനെ കുറിച്ചിട്ട് ശരിക്കും അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വണ്ടി പഠിക്കുന്നത്. ഓരോ ഘട്ടം ഘട്ടമായിട്ട് അവർ നമുക്ക് വണ്ടി തരുകയും ചെയ്തു. വണ്ടിയുടെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, സംഭവം എങ്ങനെയാണ്, ഗ്രീസ് അടിക്കുന്നത്, അത് ഇത് എല്ലാം. ഇപ്പോൾ മുക്കിന് ഗ്രീസ് അടിക്കുന്ന സ്ഥലങ്ങളിലും വന്നിന്. നമ്മളെല്ലാം പണിയെടുക്കുന്ന സമയത്ത് അതൊന്നുമില്ല. ചെറിയ ഗ്രീസിൻ്റെ ട്യൂബ് ഉണ്ട്, അത് നമ്മളെല്ലാം നിറച്ച് നമ്മളെല്ലാം അടിപൊളി ഗ്രീസ് അടിക്കണം, എല്ലാം ചെയ്യണം. അങ്ങനെ പഠിച്ച് നമ്മൾ വന്നുകൊണ്ട് നമുക്ക് ഒരുവിധം വണ്ടിയുടെ കാര്യങ്ങൾ അറിയാം. മെക്കാനിക്കൽ കുറച്ച് കാര്യങ്ങൾ അറിയാം. അത് നമ്മളെ പഠിച്ചു വന്ന വഴിയാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ എങ്ങനെ പഠിക്കുന്ന വെച്ചാൽ അവരേതും ചങ്ങായിമാർക്കെല്ലാം പോയിട്ട് പഠിക്കും, എങ്ങനെയെങ്കിലും സെറ്റായി അങ്ങനെ അവർ പഠിച്ച് വരുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെ സാഹചര്യമില്ല. അവരെ കുറ്റം പറഞ്ഞാലല്ല, അവർക്ക് ഈ ഇന്നത്തെ കാലത്ത് വണ്ടി പഠിക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. പക്ഷേ നമ്മളൊന്നും പോയ പോലെ ക്ലിയറായിട്ട് പോയിട്ട് പഠിച്ച് വരാത്തതുകൊണ്ട് കുറേ ആൾക്കാർക്ക് അങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാത്തത്. ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയാണെന്നറിയില്ല, എന്നാലും എൻ്റെ ഒരു സംശയം ഞാൻ പറയുന്നേയുള്ളൂ. ഈ അപകടം സംഭവിക്കാനുള്ള ഒരു കാരണത്തിൻ്റെ ഒരു ഭാഗം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗിയറിലാണ് വണ്ടി ഹൈ റേഞ്ച് ഹെയർപിൻ വളവ് കയറിപ്പോകുന്നത് ആ ഗിയറിൽ തന്നെ ഇറങ്ങി വരണം എന്നാണ് ശരിക്കും ശരാശരി വണ്ടിയുടെ ഒരു നിയമം വെച്ചിട്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹൈ ഗിയറിലാണ് കയറി പോകുന്നെങ്കിൽ ആ സ്ഥലത്ത് അതേപോലെ ഹൈ ഗിയർ തന്നെ വണ്ടി ഇറങ്ങി വരണം. പരമാവധി ബ്രേക്കിൽ അത്യാവശ്യം മാത്രം കാല് കൊടുക്കുക, മാക്സിമം ഗിയറിൽ താങ്ങിയിട്ട് വണ്ടി ഇറങ്ങി വരണം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയറിൽ അടിച്ചിറങ്ങി വരുമ്പോൾ നമ്മളെന്താക്കും, വണ്ടി സ്പീഡാവും. മാക്സിമം നമ്മൾ ബ്രേക്കിൽ കാല് വെക്കും. ബ്രേക്കിൽ കാല് വെക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം വരുമ്പം വണ്ടിയുടെ ലൈൻഡർ ഡ്രമ്മിന് പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഡിസ്ക് ചൂടാകാൻ തുടങ്ങും. ഫ്രണ്ട് ബ്രേക്ക് ആകുമ്പോൾ ഡിസ്ക്കും ബാക്ക് ബ്രേക്ക് ആകുമ്പോൾ ഡ്രമ്മും. അപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞാൽ, ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ പെഡൽ വാറുണ്ടാവും എന്നല്ലാണ്ട് വണ്ടി നിൽക്കില്ല. ചവിട്ടിയ വണ്ടി നിൽക്കില്ല, വണ്ടി ഊരിപ്പോവും, എയർപിന് പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ്. ഗിയറിൽ ഇറങ്ങി വരും. കൂടുതൽ ആൾക്കാരും സംഭവിക്കുന്നത് അങ്ങനെയാണ്, ഗിയറിൽ ഇറങ്ങി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയർ അടിച്ചങ്ങ് ഇറങ്ങി വരുമ്പം പരമാവധി ബ്രേക്ക് ചവിട്ടേണ്ടി വരും. ബ്രേക്ക് ചവിട്ടുമ്പം ശരിക്കും ഡ്രമ്മ് ചൂടാവും, പിന്നെ നമുക്ക് ബ്രേക്ക് ഫെയിലാവും, ചവിട്ടിയാൽ കിട്ടൂല. അതാണ് ഇതിൻ്റെ ഒരു ഘടകം. അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞതാണ്. പരമാവധി ഹൈ ഗിയറിൽ ഇറങ്ങി വരിക, ബ്രേക്ക് ചവിട്ടുന്ന വളരെ കുറക്കുക. പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരുപാട് ലെങ്ത്ത് കൂടിയ ഈ വാൽപ്പാറ പോലത്തെ ചുരങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലത് വെച്ച് കഴിഞ്ഞാൽ ചുരം ഇറങ്ങി വരുമ്പോൾ കുറച്ചൊരു ടൈം കഴിഞ്ഞാൽ വണ്ടി മെല്ലെ സ്ഥലം ഉണ്ടെങ്കിൽ ഒതുക്കുക. കുറച്ച് സമയം വണ്ടിയുടെ ഡ്രമ്മിനും മറ്റ് തണിയാനുള്ളൊരു സാവകാശം കൊടുക്കുക. അതുവരെ വല്ല സെൽഫിയോ ഫോട്ടോ എടുത്തിട്ട് അവിടെ സമയം ചിലവഴിക്കുക. കുറച്ച് ടൈം കഴിഞ്ഞ് മെല്ലെ ഡിസ്ക് തൊട്ടോക്കി ഏകദേശം തണിഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങി വരിക. കുറച്ച് ഗ്യാപ്പ് ഓടി വന്നിട്ട് പിന്നെ ആദ്യം പറ്റുമെങ്കിൽ സ്ലോ ആക്കുക, നിർത്തുക. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല സൊല്യൂഷനേ. പിന്നെ വാൽപ്പാറയിലെ അത്യാവശ്യം എല്ലാ എയർപിന്നിലും അത്യാവശ്യം സൗകര്യമുണ്ട്. വാഹനങ്ങൾ ഒടിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒടിഞ്ഞ് വരാൻ പറ്റും. ഒന്ന് മാത്രമേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടൂ, വേഗത കുറച്ച് വരിക. പിന്നെ നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അതൊക്കെ കണ്ട് നല്ല രീതിയിൽ ആസ്വദിച്ച് പതുക്കെ ഇറങ്ങി വരാം, അത്രേ പറയാനുള്ളൂ.